എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ ഫ്രാൻസിസ്, ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലെ അധ്യാപകൻ. കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് ഗണിത പഠനം അനായാസവും എളുപ്പവും ഉള്ളതാക്കുവാൻ സഹായിക്കുന്ന ഒരു പഠനോപകരണമാണ് ക്രാൻമർ അബാക്കസ്. ഗണിതത്തിലെ അടിസ്ഥാന ക്രിയകളായ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവ ചെയ്യുവാൻ വളരെ എളുപ്പത്തിൽ അബാക്കസ് സഹായിക്കുന്നു. സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്ന അബാക്കസ് പോലെ ആണെങ്കിലും ചില അനുരൂപീകരണങ്ങൾ കാഴ്ച പരിമിതർക്ക് സഹായകരമായ വിധത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ രൂപകൽപ്പന ചെയ്തത് ക്രാൻമർ ആണ്. അതുകൊണ്ടാണ് ഈ അബാക്കസിനെ ക്രാൻമർ അബാക്കസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സാധാരണ അബാക്കസിലെ മുത്തുകൾ സ്വതന്ത്രമായി ചലിക്കുന്നവയാണ്. കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് അവർ നിശ്ചയിക്കുന്ന ക്രമത്തിൽ മുത്തുകൾ ചലിപ്പിക്കുവാനും നിശ്ചിത സ്ഥാനത്ത് ഉറപ്പിക്കുവാനും സാധിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്രാൻമർ അബാക്കസ് ഒരു ദീർഘ ചതുരാകൃതിയാണ്. കുത്തനെ നിൽക്കുന്ന 15 വരികൾ, കുത്തനെ നിൽക്കുന്ന 15 കമ്പികൾ, അതിൽ മുത്തുകൾ ചലിക്കുന്നത് ഈ വിധത്തിലാണ് സുഗമമായി ചലിപ്പിക്കുവാൻ നമുക്ക് കഴിയും. ഈ അബാക്കസിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തായി ഒരു സെപ്പറേഷൻ ബാർ ഉപയോഗിച്ച് ഈ അബാക്കസിനെ 2 ഭാഗങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. സെപ്പറേഷൻ ബാർ. ഈ സെപ്പറേഷൻ ബാറിന് മുകൾ ഭാഗത്തുള്ളത് അപ്പർ അബാക്കസ് എന്നും ഈ കാണുന്നത് അപ്പർ അബാക്കസ്. സെപ്പറേഷൻ ബാറിന്റെ താഴ്ഭാഗത്തുള്ളത് ലോവർ അബാക്കസ് എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പർ അബാക്കസിൽ 1 മുത്തുകളാണുള്ളത്. ലോവർ അബാക്കസിൽ 4 മുത്തുകളാണുള്ളത്. അതുപോലെ തന്നെ 3 കമ്പികൾക്കിടയിൽ സ്പർശിച്ചറിയാവുന്ന വിധത്തിൽ ഒരു ഡോട്ടും ഉണ്ട്. ഈ 1ാമത്തെ ഡോട്ട് ഇത്, 2ാമത്തത്, 3ാമത്തത്, 4ാമത്തത്. മൊത്തം 15 കമ്പികളാണ്, കുത്തനെ നിൽക്കുന്ന 15 കമ്പികളാണ് അബാക്കസിൽ ഉള്ളത്. അബാക്കസിൽ സംഖ്യകൾ എഴുതുന്നത് വലത്തു നിന്നും ഇടത്തോട്ടാണ്. അബാക്കസിന്റെ വലതുഭാഗം ഈ കാണുന്നു, വലതുഭാഗം. ഇത് ഇടതുഭാഗം. വലതുഭാഗത്തെ 1ാമത്തെ കമ്പി, അതിൽ നിന്നാണ് സംഖ്യകൾ എഴുതി തുടങ്ങുന്നത്. കാഴ്ച പരിമിതനായ ഒരു വിദ്യാർത്ഥിയെ അബാക്കസ് പരിശീലിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യമായി നാം പരിചയപ്പെടുത്തേണ്ടത് അബാക്കസിനെ കുറിച്ചാണ്. അബാക്കസിൻ്റെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതി. അതിൽ കുത്തനെ നിൽക്കുന്ന എത്ര കമ്പികളുണ്ട്? 15. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേഷൻ ബാർ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം അപ്പർ അബാക്കസ് ഏതാ, ലോവർ അബാക്കസ് ഏതാ എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം അബാക്കസിൽ തങ്ങളുടെ വിരലുകൾ സെറ്റ് ചെയ്യേണ്ട വിധം അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ട വിധമാണ്. അബാക്കസിൻ്റെ വലതുവശത്തെ 1ാമത്തെ കമ്പിയിൽ വലതു കൈയുടെ പെരുവിരൽ, ലോവർ അബാക്കസ്, ഇതാണ് ലോവർ അബാക്കസ്, ഈ രീതിയിൽ പിടിക്കണം. അപ്പർ അബാക്കസിൽ ചൂണ്ടുവിരൽ. ഈ രീതിയിൽ കൈവിരലുകൾ അബാക്കസിൽ സെറ്റ് ചെയ്യുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇടതു കൈയുടെ ചൂണ്ടുവിരൽ അപ്പർ അബാക്കസിൽ 2ാമത്തെ കമ്പിയിലും ഇടതു കൈയുടെ പെരുവിരൽ ലോവർ അബാക്കസിലും കീപ്പ് ചെയ്യാൻ, യഥാസ്ഥാനത്ത് ഉറപ്പിക്കുവാൻ പഠിപ്പിക്കണം. ഈ രീതിയിൽ. അതിനുശേഷം ലോവർ അബാക്കസിലെ 1ാമത്തെ ബീഡ് നമ്മൾ സെപ്പറേഷൻ ബാറിനോട് ചേർത്ത് വയ്ക്കുന്നു. ഇതിനെയാണ് സെറ്റ് 1 എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളതിനെ താഴേക്ക് ചലിപ്പിച്ചാൽ ക്ലിയർ 1, സെറ്റ് 1, ക്ലിയർ 1. സെറ്റ് 2, 2 മുത്തുകൾ സെപ്പറേഷൻ ബാറിനോട് ചേർക്കുന്നു. സെറ്റ് 2, ക്ലിയർ 2. അതിനുശേഷം 3 മുത്തുകൾ സെറ്റ് 3,
ക്ലിയർ 3. സെറ്റ് ചെയ്യുന്നതും ക്ലിയർ ചെയ്യുന്നതും ലോവർ അബാക്കസിൽ പെരുവിരൽ ഉപയോഗിച്ചാണ്. അതുപോലെ 4, സെറ്റ് 4, ക്ലിയർ 4. അതിനുശേഷം അബാക്കസിലെ അപ്പർ അബാക്കസിലെ ഈ ഒരു മുത്തിൻ്റെ വില 5 ആണ്. സെറ്റ് 5, 5 എന്ന് എഴുതുന്നത് ഈ രീതിയിലാണ്. സെറ്റ് 5, ക്ലിയർ 5. സെറ്റ് 5, ക്ലിയർ 5. 1, 2, 2 ക്ലിയർ. 1, 2, 3, 3 ക്ലിയർ. 1, 2, 3, 4, 4 clear. And 5 sets. Set 5 clear. അപ്പോൾ നമ്മൾ 1 എഴുതുന്നെങ്കിൽ വലത്ത് വശത്തെ കമ്പിയിലെ ഒന്നാമത്തെ മുത്ത് മുകളിലേക്ക്, അതാണ് 1. 2, 3, 4. 5 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്തിട്ട് 4 ക്ലിയർ ചെയ്തിട്ട് വേണം അപ്പർ അബാക്കസിലെ 1 ബിത്ത്. ഈ ഒരു മുത്തിൻ്റെ വിലയാണ് 5. ക്ലിയർ ചെയ്യുക. ക്ലിയർ 5. 1, 2, 3, 4, 5. ക്ലിയർ 4 ആൻഡ് സെറ്റ് 5. ഇതാണ് 5. ഇനി 1 ലോവർ അബാക്കസിലെ 1 ആഡ് ചെയ്യുമ്പോൾ 6. 5 + 1 6. വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 7. 5 + 2 7. വീണ്ടും 1 സെറ്റ് ചെയ്യുമ്പോൾ 8. 5 + 3 8. വീണ്ടും 1 സെറ്റ് ചെയ്യുമ്പോൾ 5 + 4 9. ഈ കാണുന്നത് 9 ആണ്. 9 ആണ്. 9 സെറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെ 9 ക്ലിയർ ചെയ്യുക? ചൂണ്ടുവിരലുകൾ കൊണ്ട് 5 ക്ലിയർ ചെയ്യുന്നു, പെരുവിരൽ കൊണ്ട് 4 ക്ലിയർ ചെയ്യുന്നു. 0 അബാക്കസ്. 0 അബാക്കസ്. ഈ രീതിയിലാണ് 1 മുതൽ 9 വരെ സംഖ്യകൾ എഴുതുന്നത്. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4, then 5. 4 ക്ലിയർ 5. ഇത് 5. 6, 7, 8, 9. ഇനി നമുക്ക് ഇവിടെ മുത്തുകളില്ലല്ലോ. ലോവർ അബാക്കസിൽ മുത്തില്ല, അപ്പർ അബാക്കസിൽ മുത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ വലതുവശത്തു നിന്നും രണ്ടാമത്തെ കമ്പിയിലേക്ക് പോകുന്നു. ഇവിടെ ഈ കമ്പി, രണ്ടാമത്തെ കമ്പി, ഇതിൽ നമ്മൾ 1 ആഡ് ചെയ്യല്ല, 10 ആഡ് ചെയ്യുന്നു. 9 ക്ലിയർ. ഇതാണ് 10. രണ്ടാമത്തെ കമ്പിയുടെ സ്ഥാനം 10-ൻ്റെയാണ്. അവിടെ ഒരു മുത്തിട്ട് കഴിഞ്ഞാൽ 10 എന്നാണ് പറയേണ്ടത്. 10. ഇപ്പോൾ നമ്മൾ 10 വരെ അബാക്കസിൽ എഴുതാൻ പഠിച്ചിരിക്കുന്നു. ഇത് 10 ആണ്. ഒരു പ്രാക്ടീസ്. ദിസ് ഈസ് 4, ക്ലിയർ 4. ദിസ് ഈസ് 6, ക്ലിയർ 6. ദിസ് ഈസ് 9, ക്ലിയർ 9. ദിസ് ഈസ് 8, ക്ലിയർ 8. ദിസ് ഈസ് 1, ക്ലിയർ 1. താങ്ക് യു. അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം.